വെൽക്കം ടു അസേലിയ കളക്ഷൻസ്. നമ്മൾ ചെട്ടിനാട് സാരീസിനെ കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ചെട്ടിനാട് സാരീസിനെ പറ്റി പറയുമ്പം ഇതെല്ലാം കൈത്തറി സാരീസാണ്, ഒന്നും പവർ ലൂം അല്ല. പവർ ലൂം എന്താണ്, ഹാൻഡ് ലൂം എന്താണെന്ന് ഇപ്പോഴും ഒത്തിരി പേർക്ക് ഡൗട്ടുള്ളൊരു സംഭവമാണ്. പവർ ലൂം എന്ന് പറയുന്നത് മെഷീൻ മെയ്ഡാണ്, ഹാൻഡ് ലൂം എന്ന് പറയുന്നത് മാൻ മെയ്ഡാണ്, അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡിനെയാണ് നമ്മൾ ഹാൻഡ് ലൂം എന്ന് പറയുന്നത്. ലൂം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഈ ഓരോ ഇഴകൾ നമ്മൾ ലൂം എന്ന് പറയും. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡ് സാരിയാണ്. ഇത് പ്യുവർ കോട്ടൺ ആണ്. അതിൻ്റെ പല്ലു മാത്രമാണ് നോക്കുവാണെങ്കിൽ പോലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പല്ലു ഡീറ്റെയിലിങ്, ജസ്റ്റ് അതിൻ്റെ ജെറി മാത്രം പോയിരിക്കുന്ന ഒരു പല്ലു മാത്രമാണ്. വളരെ സിമ്പിളാണ് അവരുടെ സാരീസ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണ്. ഇതിൽ തന്നെ നോക്കുവാണെങ്കിൽ നല്ലൊരു വൈബ്രൻറ്റ് മാംഗോ യെല്ലോ അവർ കൊടുത്തിരിക്കുന്ന ബോർഡർ ഉണ്ടോ, ഒരു സൈഡ് വളരെ ബ്രോഡായിട്ടുള്ള ഒരു ബോർഡേഴ്സും അതിൽ ആ ഒരു വീവിങ്ങും അതിനകത്ത് വന്നിരിക്കുന്ന പീകോക്ക് മോട്ടീവ്സുമാണ്. വലിയ പീകോക്ക് മോട്ടീവ്സും ഇവിടെ ചെറുതായിട്ടുള്ള പീകോക്ക് മോട്ടീവ്സുമാണ്. അത് തന്നെ ഈ സൈഡിൽ വന്നപ്പം അവർ കുറച്ചുകൂടെ സിമ്പിളാക്കിയിട്ടാണ് ഒരു ബോർഡർ, കുറച്ചുകൂടെ എന്താ പറയുക തിന്നായിട്ടുള്ളൊരു ബോർഡറും പിന്നെ അവിടെ നിന്ന് വരുന്നത് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ളൊരു ബോർഡർ പാറ്റേണുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഉടുത്ത് വരുമ്പോൾ നല്ല ലുക്കായിരിക്കും. കാരണം വെച്ചാൽ ഇത് നിങ്ങൾ സ്റ്റൈൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ വേനൽക്ക് നിങ്ങൾക്ക് വേറെ ഒരു ഫാബ്രിക്കിനേക്കാളും എല്ലാവരും ചൂസ് ചെയ്യുന്നത് കോട്ടൺ ആയിരിക്കും. അപ്പം അതിലൊരു നല്ല നിങ്ങൾക്ക് ഒട്ടും ബോറിംഗ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണമെന്നില്ല. ഈ സമ്മർ കളക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സമ്മറിൽ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇടാം, കുറച്ചുകൂടെ നല്ല ബ്രീത്തബിൾ ഔട്ട്ഫിറ്റ്സ്, അതാണ് അതിൻ്റെ റൈറ്റ് വേർഡ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ സ്കിൻ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും നമ്മൾ വെയർ ചെയ്യേണ്ടത്. ആക്ച്വലി വെയർ ചെയ്യേണ്ടത് അത് സൺസ്ക്രീൻ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്ലോത്തിങ്. ഇപ്പോഴത്തെ ഈ ഹീറ്റിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ക്ലോത്തിങ് എന്നുള്ളതും. ഇതിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഷെയ്ഡാണ് വരുന്നത്. ഇതിൽ തന്നെ ഇഴ പോയിരിക്കുന്നത് ഗ്രീനും പോയിട്ടുണ്ട്, യെല്ലോയും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൾട്ടി ഷെയ്ഡ് അല്ലെങ്കിൽ മൾട്ടി കളർ നമുക്കിങ്ങനെ പിടിക്കുമ്പം രണ്ട് ഷെയ്ഡ്സ് തോന്നിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നോക്കുവാണെങ്കിൽ ടെമ്പിൾ ബോർഡർ ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ മോട്ടീഫ് വരുന്ന ഒരു ഫ്ലവർ മോട്ടീഫാണ്. മോട്ടീവ്സും പറയുമ്പം ചെട്ടിനാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരുടെ മോട്ടീവ്സും അവർക്ക് ഒരു സിഗ്നേച്ചർ പോലെയാണ്. അവരുടെ മോട്ടീവ് കളക്ഷൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു സിഗ്നേച്ചറാണ്. ഓരോ സ്റ്റേറ്റിനും അവരുടെ മോട്ടീവ്സ് ഉണ്ട്. വരും വീഡിയോസിൽ നമ്മൾ ഓരോ സ്റ്റേറ്റ്സിൻ്റെ പ്രത്യേകതയുള്ളതെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ഇതിൻ്റെ തന്നെ പല്ല് നോക്കി എന്തൊരു ഭംഗി അത് കാണാനായിട്ട്. ഇതിനകത്തൊരു ചെറിയ ഓറഞ്ച് ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരേ സാരിയിൽ തന്നെ എത്ര കളർ കോമ്പിനേഷൻസ് കയറി വന്നു നോക്കാം. ഇതിൽ തന്നെ നേരത്തെ കാണിച്ച പോലെ സാരിയിൽ പോലെ തന്നെ ഇതിലും ഒരു ചെറിയ ഡിഫറൻസ്. മേളത്തെ ബോർഡർ വന്നിട്ട് കുറച്ച് സ്മോളാണ്, താഴെ കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള. ഇതൊക്കെ നമ്മളൊരു ബ്രൗൺ ബ്ലൗസ് ഇതിൻ്റെ സെയിം ഈ ഒരു ബോർഡർ കട്ട് ചെയ്ത് സ്ലീവിൽ വെച്ചിട്ടൊക്കെ കെംപ് നെക്ലെസ് ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ യു ലുക്ക് റാവിഷിങ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര എലഗൻറ്റ് ലുക്കായിരിക്കും നിങ്ങളെ കാണാനായിട്ട്. ഇതിലൊക്കെ തന്നെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. ഇതെല്ലാം ഉടുത്ത് നമ്മൾ നല്ല ഭംഗിയായിരിക്കും. ചിലർ നമ്മൾ കണ്ടിട്ടുണ്ട് വെഡ്ഡിങ്ങിന് പോലും ഇതുപോലുള്ള സാരീസ് മാത്രം. എന്ത് സിമ്പിളാണ് അതിൻ്റെ റേറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും വളരെ റീസണബിൾ പ്രൈസിങ്ങിലാണ്. നമുക്ക് ബിലോ 2000 ആണ് ഇതെല്ലാം വരുന്നത്. ചെറിയ ചെറിയ വേരിയേഷൻസ്, ഒരു 100-200 വേരിയേഷൻസ് ഓരോ സാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അല്ലാതെ ഇതെല്ലാം വളരെ റീസണബിൾ ആണ്, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, സ്കിൻ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഓരോ സാരീസ് വെയർ ചെയ്യാനും നമ്മൾ പിന്നീടും ആഗ്രഹിക്കും. പിന്നെ ഇതൊരു തരത്തിൽ മാത്രമല്ല സ്റ്റൈൽ ചെയ്യാൻ പറ്റും. വി ക്യാൻ പെയർ ഇറ്റ് ഇൻ n നമ്പർ ഓഫ് വേസ് വിത്ത് n നമ്പർ ഓഫ് ബ്ലൗസസ്. അടുത്തൊരു കളറ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. ഇതിനകത്ത് രണ്ടിനും ഡിഫറൻസ് ഒന്നുമില്ല. ബോർഡേഴ്സ് രണ്ടും ഒരേ സൈസിൽ തന്നെ വരുന്നത്. ഇത് നോക്കി കുറച്ചുകൂടെ ഒരു സോബർ ഷെയ്ഡാണ്. അതിൽ വന്നിട്ട് നല്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബോർഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു എന്താ പറയുക നല്ലൊരു ഗ്രീനും ബ്രൗണും കൂടി ചേർന്നിട്ട് ഇതിൽ വരുന്നത് മാംഗോ മോട്ടീവ്സ് ആണ്. ഇതൊക്കെ എന്ന് പറയുന്നത് വർഷങ്ങളോളം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോട്ടീവ്സ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും സാരിയിൽ നിന്ന് ഈ മോട്ടീവ്സ് ഒന്നും ഔട്ട് ആവാൻ പോകുന്നില്ല. ഇതാണെങ്കിൽ പോലും ഇതിലും വിത്ത് ബ്ലൗസ് ഉണ്ട്. ഇതിൻ്റെ പല്ലുവാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളാണ്, ജസ്റ്റ് ലൈൻസ് മാത്രമേ ഉള്ളൂ. അതും ഒരു ഗോൾഡ് സിൽവർ സാരിയിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഉടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക. സച്ച് ബ്യൂട്ടിഫുൾ സാരീസ്. ഇതിൽ എഴുതിയിട്ടുണ്ട് വിത്ത് ബ്ലൗസ് എന്നുള്ളത്. ഇത് സെയിം ബ്ലൗസ് തന്നെ നിങ്ങൾക്ക് പെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കോൺട്രാസ്റ്റ് ഗ്രീൻ കൊടുത്ത് നോക്കുക. അതൊക്കെ നിങ്ങൾ ആക്സസറീസ് ചെയ്യുമ്പം ഇതിൽ വേറൊരു എലഗൻറ്റ് ലുക്കായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു 10 പ്രാവശ്യം കൊടുത്ത് ബോറടിച്ചെന്ന് വെച്ചോ, ദെൻ യു ക്യാൻ കം അപ്പ് വിത്ത് ദിസ് ആസ് എ സൽവാർ. നിങ്ങൾക്ക് ഇതൊരു സൽവാറായിട്ട് കൺവേർട്ട് ചെയ്യാം. സച്ച് എലഗൻറ്റ് പീസ്. അല്ലെങ്കിൽ ഒരു ഗൗണായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിള്ളേർക്കാണെങ്കിലും നമുക്കൊരു സ്കേർട്ട് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഓപ്ഷനാണ്. വെയർ ഇറ്റ് കപ്പിൾ ഓഫ് ടൈംസ്, ദെൻ യു ക്യാൻ റീക്രിയേറ്റ് ഇൻ മെനി അതർ വേസ്.
ഇനി അടുത്ത് കാണിക്കുന്ന സാരി എന്ന് പറയുന്നത് ആഷിലാണ്. ആഷിൽ ഇതിൻ്റെ ബോർഡേഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ വന്നിട്ടൊരു ടെമ്പിൾ ഡിസൈനിങ് ഉണ്ട്, പക്ഷേ ഇവിടെ കുറച്ചുകൂടെ അവർ സിമ്പിളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു ആണെങ്കിലും ജസ്റ്റ് സാരി ഡീറ്റെയിലിംഗ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കളർ കോമ്പിനേഷൻ. ദേ ഹാവ് സച്ച് അമേസിങ് കളർ കോമ്പിനേഷൻസ്. അവരുടെ സാരീസിലാണെങ്കിലും എന്തിലും ചെക്ക് ചെയ്യുമ്പോൾ that used to always amaze me. How come they think about all these color combinations? Amazing color combinations ആട്ടോ. ഇതൊക്കെ എല്ലാവർക്കും ചേരും. Particularly these color combinations suits the Indian skin tone. ഇതിലൊരു റേസിസം ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഇന്ത്യൻ സ്കിൻ ടോണിന് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് അവർ കൊണ്ടുവരുന്നത്. ആരും വെളുത്തത് കറുത്തതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ ഇതാണെങ്കിലും നോക്കുവാണ്, നേരത്തെ കാണിച്ച കുറച്ചുകൂടെ വൈബ്രൻറ്റ് യെല്ലോ ആയിരുന്നു. ഇത് കുറച്ചുകൂടെ എല്ലാവരും പറയുന്ന പോലെ മഞ്ഞൾ യെല്ലോ അല്ലെങ്കിൽ ടർമറിക് യെല്ലോ എന്നൊക്കെ പറയുന്ന പോലത്തെ. ഇതിലും സെയിം ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്. ഇതിലും ആ ഒരു ട്രഡീഷണൽ ഫ്ലവർ മോട്ടീഫാണ് വരുന്നത്. സി നമുക്ക് വയ്ക്കുമ്പോൾ തന്നെ ഇറ്റ് ലിറ്റ്സ് അപ്പ് ആ ഫേസ്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റഡ് ബ്ലൗസസൊക്കെ ഇപ്പം വളരെയധികം അവൈലബിൾ ആണ്. എല്ലാവർക്കും പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമാണ്. ജസ്റ്റ് കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഒരു പ്രാവശ്യം വേറെ ഇത് കാണിക്കണം മാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാനിത് സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ചെക്ക് ഔട്ട് ഫോർ മോർ വീഡിയോസ്.